യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യ. യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന അമേരിക്കൻ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ തുറന്നടിച്ചിരിക്കുന്നത്. അധികാരത്തിലെത്തിയ ട്രംപിന്റെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു യുദ്ധങ്ങളെ സമാധാനത്തിലെത്തിക്കുക എന്നത്. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇടനിലക്കാരായി നിന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താൻ അമേരിക്ക ശ്രമിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഇടപെടലിൽ യുക്രൈനിൽ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ എതിർത്ത റഷ്യൻ വക്താവ്, അങ്ങനെ താൽക്കാലികമായൊരു വെടിനിർത്തൽ നിലവിൽ വന്നാൽ അത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് യുക്രൈൻ ഭരണകൂടത്തെയും അതിന്റെ സൈന്യത്തെയും ശക്തിപ്പെടുത്താനുള്ള അവസരം മാത്രമേ നൽകൂ എന്നും അത് ആത്യന്തികമായി ഭാവിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ താൽക്കാലികമായൊരു വെടിനിർത്തൽ കരാറിനോട് മാത്രമേ റഷ്യക്ക് എതിർപ്പുള്ളൂ. നിലവിലുള്ള പ്രതിസന്ധി എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് റഷ്യ തേടുന്നത്. അത് തന്നെയാണ് മോസ്കോയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സഖാരോവ പറഞ്ഞിരിക്കുന്നതും. ഒരു താൽക്കാലിക വെടിനിർത്തൽ, അതല്ലെങ്കിൽ പലരും പറയുന്നത് പോലെ സംഘർഷം മരവിപ്പിക്കുന്നത് റഷ്യയെ സംബന്ധിച്ച് അസ്വീകാര്യമാണെന്നും അവർ ഊന്നി പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുന്ന വിശ്വസനീയവും നിയമപരവുമായ കരാറുകളും സംവിധാനങ്ങളും റഷ്യയ്ക്ക് ആവശ്യമാണെന്നും സഖാരോവ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ അമേരിക്കൻ പ്രസിഡന്റായ അധികാരമേറ്റ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നത്. എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിജ്ഞകളിൽ റഷ്യ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുന്നതായാണ് സഖാരോവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും ധാരാളം പ്രസ്താവനകൾ നടത്തിയെങ്കിലും പ്രായോഗികമായ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് റഷ്യൻ വക്താവ് പറയുന്നത്. യുക്രൈൻ സംഘർഷം എങ്ങനെ പരിഹരിക്കുമെന്നത് പുതിയ ഭരണകൂടത്തിന്റെ നിർദ്ദിഷ്ട നടപടികളെയും പദ്ധതികളെയും ആശ്രയിച്ചിരിക്കുമെന്നും, എന്നാൽ അമേരിക്ക സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് നിലവിൽ ഒരു വ്യക്തതയില്ലെന്നുമാണ് റഷ്യ പറയുന്നത്. പ്രസ്താവനകളോ വാഗ്ദാനങ്ങളോ കേൾക്കുന്നതിന് പകരം പ്രത്യേക നടപടികൾ സ്വീകരിക്കുന്നത് കാണാനാണ് റഷ്യക്ക് താൽപ്പര്യമെന്നും റഷ്യൻ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കയുമായുള്ള ഇടപെടൽ വർദ്ധിച്ചതായാണ് ഈ ആഴ്ച ആദ്യം ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അഭിപ്രായപ്പെട്ടിരുന്നത്. ഇരു രാജ്യങ്ങളിലെയും ചില വകുപ്പുകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടെന്നായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ അദ്ദേഹം പറഞ്ഞിരുന്നത്. തന്റെ ഭരണകൂടവും റഷ്യൻ സർക്കാരും തമ്മിൽ ആശയവിനിമയം തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ട്രംപും വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 3 വർഷമായി നിലനിൽക്കുന്ന ശത്രുതയ്ക്ക് വേഗത്തിൽ അറുതി വരുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യമെന്ന നിലയിൽ നയതന്ത്രത്തിലൂടെയുള്ള സംഘർഷം പരിഹരിക്കാനുള്ള സന്നദ്ധത റഷ്യ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ സാധ്യതയുള്ള ചർച്ചകളിൽ നിലവിലെ യാഥാർത്ഥ്യം അംഗീകരിക്കണമെന്നതാണ് റഷ്യയുടെ ആവശ്യം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഇത്രയധികം മോശമാകാനുള്ള പ്രധാന കാരണം അമേരിക്കയാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ബൈഡനെ പിരികയറ്റിവിട്ട് യുദ്ധം ചെയ്യാനായി യുക്രൈനെ പ്രോത്സാഹിപ്പിച്ചത് അന്നത്തെ ബൈഡന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ബ്ലിങ്കനാണ്. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഇടപെടൽ നടത്താമായിരുന്നിട്ടും ശത്രുവിന്റെ ശത്രു മിത്രമെന്നതുപോലെയാണ് റഷ്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി യുക്രൈനെ അമേരിക്ക ഉപയോഗിച്ചത്. എന്നാൽ പുതിയതായി അധികാരത്തിലേറിയ ട്രംപ് ബൈഡനെ നിശിതമായി വിമർശിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബൈഡൻ ആയാലും ട്രംപ് ആയാലും റഷ്യ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നതാണ് നിലവിലെ അവസ്ഥ.